ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പറയുന്ന വിഷയം റീചാർജ്. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പറയുന്ന വിഷയം റീചാർജ് അഥവാ ഊർജം. നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഒരു മിനിമം ഊർജം വേണം. ആ ഊർജത്തെ പറ്റിയാണെന്ന് പറയുന്നത്. സാധാരണ വളരെ ബിസി ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശരീരത്തിൽ ഊർജം കുറവായിരിക്കും. കാരണം ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടിയുള്ള പരക്കം പാച്ചിലായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം കാലക്രമേണ അവിടെ ഊർജം കുറയുകയും അവിടെ വൈറ്റാലിറ്റി ഇല്ലാതാവുകയും ചെയ്യും. അപ്പം നമുക്കൊരു കഥയിലൂടെ ഈ ഒരു പ്രശ്നം എന്താണെന്ന് പഠിക്കാം. അതിനുശേഷം എന്ത് പരിഹാരമാണ് ഇതിനുള്ളത് എന്നും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. നമ്മുടെ ഇവിടുത്തെ കഥാനായകൻ എന്ന് പറയുന്നത് പാലക്കാട് സ്വദേശിയായ ഒരു പരമശിവൻ. പാലക്കാട് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ നമുക്ക് വാളയാർ പരമശിവൻ എന്ന് പറയും. അദ്ദേഹത്തിന് അവിടെ ബിസിനസ്സാണ്, നല്ല സമ്പത്തുണ്ട്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം സമയം തുല്യം പണം എന്ന് പറഞ്ഞാൽ അത് സമയമാണ്, സമയം എന്ന് പറഞ്ഞാൽ പണമാണ്. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം മറ്റു ഒന്നിനും തന്നെ സമയം മാറ്റിവെക്കാനില്ല. പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമേ അദ്ദേഹത്തിൻ്റെ ജീവിതവും സമയവും ചെലവഴിക്കുന്നു. ഈ അവസ്ഥയിൽ അദ്ദേഹം ഓഫീസിൽ വളരെ കർക്കശക്കാരനാണ്. അദ്ദേഹം ബിസിനസ് വളരെ നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട്. എല്ലാവരെയും അച്ചടക്കത്തോടെ കൂടെ നടത്തിക്കൊണ്ട് പോവുകയും ചെയ്യുന്നു. പക്ഷേ കാലക്രമേണ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നഷ്ടപ്പെടാൻ തുടങ്ങി. പല കാര്യവും അദ്ദേഹത്തിന് ഓർക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം ഓഫീസിലേക്ക് കടന്നു വന്നിട്ട് എന്തിനാണ് ഞാൻ ഈ റൂമിലേക്ക് കടന്നു വന്നത് എന്ന് ഒരു നിമിഷം ആലോചിച്ച് ഓർത്തെടുക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു. പല സാധനങ്ങളും പല സ്ഥലത്തും വെച്ച് മറന്നു പോകാൻ തുടങ്ങി. അദ്ദേഹം വളരെ ക്ഷീണിതനായിട്ട് അനുഭവപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഊർജം തീരെ ഇല്ലാതായി. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ 8 വയസ്സുള്ള ചെറുമകൻ അദ്ദേഹത്തെ നോക്കിയിട്ട് പറഞ്ഞു, താങ്കൾക്ക് ഊർജം തീരെ ഇല്ലല്ലോ, ചാർജ് തീരെ ഇല്ലല്ലോ, തീരെ ചാർജില്ലാത്തൊരു മൊബൈൽ ഫോൺ പോലെയാണല്ലോ ഇരിക്കുന്നത്. ഇത് കേട്ടതും അദ്ദേഹത്തിന് വളരെ അധികം അദ്ദേഹത്തിൻ്റെ മനസ്സിനെ അത് സ്വാധീനിച്ചു. കാരണം ശരിയാണ്, എനിക്ക് ഊർജമില്ല. ഒരുപാട് നേടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി പരക്കം പാച്ചിൽ നടത്തുന്നുണ്ട്, പക്ഷേ ഊർജമില്ല. അദ്ദേഹം വിഷണ്ണനായിട്ടിരുന്നപ്പോൾ നമ്മുടെ കൊച്ചുമകൻ പറഞ്ഞു, ഞാനൊരു ഐഡിയ പറഞ്ഞു തരാം, നമുക്ക് ഒരുമിച്ച് നമ്മുടെ ഊർജം അല്ലെങ്കിൽ ചാർജ് ചെയ്യുന്ന പരിപാടി തുടങ്ങാം. അദ്ദേഹം സമ്മതിച്ചു. അങ്ങനെ പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റു. ഏർലി മോർണിംഗിൽ എഴുന്നേറ്റതിന് ശേഷം അവർ രണ്ടുപേരും കൂടെ പുറത്തേക്ക് നടക്കാനായി പോയി. ഒരു 15 മിനിറ്റ് നടന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളുടെ പരമശിവത്തിന് മനസ്സിലായി, എൻ്റെ ഉള്ളിൽ ഊർജം നിറയുന്നുണ്ട് എന്ന് മനസ്സിലായി. ഓക്സിജൻ്റെ അളവ് വർദ്ധിച്ചു, ഉന്മേഷം വർദ്ധിച്ചു. അപ്പോൾ പിന്നെ അവർ രണ്ടുപേരും ഒരു സ്ഥലത്തിരുന്ന് ദീർഘമായ ശ്വാസം എടുക്കുകയും വിടുകയും ഒരു 10 പ്രാവശ്യം ചെയ്തു. പിന്നീട് ചില ചെറിയ ചെറിയ എക്സസൈസുകൾ ചെയ്തു. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ഓർമ്മക്കുറവും ആ ഊർജമില്ലായ്മയും എല്ലാം മാറി നല്ലൊരു വൈറ്റാലിറ്റി അദ്ദേഹത്തിന് ഫീൽ ചെയ്യാനായി തുടങ്ങി. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തിലും അദ്ദേഹം ശ്രദ്ധിക്കാൻ തുടങ്ങി. നേരത്തെ എന്തെങ്കിലും ഒരു ഭക്ഷണമായിരുന്നു കഴിച്ചിരുന്നത്, കിട്ടുന്നതെന്നും കഴിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം വളരെ സ്ട്രിക്റ്റായിട്ടുള്ള ഭക്ഷണക്രമമാണ് കഴിച്ചത്. ആദ്യം സലാഡ് കഴിക്കും. അതിലൂടെ അദ്ദേഹത്തിന് ഫൈബറും വൈറ്റമിൻസും മിനറൽസും കിട്ടും. പിന്നെ അദ്ദേഹം പ്രോട്ടീൻ, എഗ്ഗ്, ഫിഷ് പോലെയുള്ള മീറ്റ് പോലെയുള്ള പ്രോട്ടീൻസ് കഴിക്കും. പിന്നെ അദ്ദേഹം ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്, അപ്പോൾ ഇതെല്ലാം തന്നെ നല്ലൊരു പ്രൊപ്പോർഷനിൽ കഴിക്കാൻ തുടങ്ങിയപ്പോഴും അദ്ദേഹത്തിന് നല്ല ഒരു ശാരീരിക ഉന്മേഷം ലഭിക്കാൻ തുടങ്ങി.
അതോടൊപ്പം ഒരു ഈവനിങ് 3 മണിക്ക് ശേഷം പ്രധാനപ്പെട്ട സുഹൃത്തുക്കളുമായിട്ടോ അല്ലെങ്കിൽ ഓഫീസിലെ പ്രധാനപ്പെട്ട ആൾക്കാരുമായിട്ട് 1-2 പേരുമായിട്ട് പുറത്തേക്കൊന്ന് നടക്കാനായിട്ട് പോകാൻ ആരംഭിച്ചു. ഈ ഒരു സമയക്രമവും ഈ ഒരു ചിട്ടയും കാരണം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, ഈ ഒരു വിളറിയ അവസ്ഥയിൽ നിന്നും അദ്ദേഹം ഊർജം കൈവരിക്കാൻ തുടങ്ങി. അങ്ങനെ ശരീരത്തിൽ മൊത്തത്തിൽ ഒരു ഊർജം ഉണ്ടാവുകയും അദ്ദേഹത്തിൻ്റെ ശരീരം അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ പോലെ തന്നെ 100% ചാർജിൽ വരികയും ചെയ്തു. ഈ ചാർജ് വന്നതോടുകൂടി അദ്ദേഹത്തിന് ഒരുപാട് കോൺട്രാക്റ്റുകൾ വളരെ ഇൻ്റലിജൻ്റായിട്ടും സമയബന്ധിതമായിട്ടും ചെയ്തു തീർക്കാനും അത് കൂടാതെ ശാരീരികമായ കഷ്ടതകൾ ഇല്ലാതാവുകയും ചെയ്തു. അപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട ഒരു പാഠം എന്ന് പറയുന്നത്, നാം സമ്പത്ത് സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഓടുന്നത് പോലെ തന്നെ നാം നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടി ഒരല്പം ഓടണം എന്നുള്ളതാണ്. അതോടൊപ്പം നമ്മളെ ഭക്ഷണത്തിലും നമ്മളെ വ്യക്തിബന്ധത്തിലും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. അതോടൊപ്പം എപ്പോഴും മൊബൈൽ ഫോൺ നമ്മൾ ചെവിയിൽ വെച്ചുകൊണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ പാടില്ല. ഭക്ഷണം കഴിക്കുമ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോഴും മറ്റും നമ്മൾ ഇത്തരം ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഒഴിവാക്കി നിർത്തി ആവശ്യങ്ങൾക്ക് ഏറ്റവും ബുദ്ധിപൂർവം വിനിയോഗിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലുള്ള വൈറ്റാലിറ്റിയും ഊർജവും തിരിച്ചു പിടിക്കാനും വളരെ സന്തോഷകരമായ ജീവിതം നയിക്കാനും സാധിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. See you in the next story.